പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീല ഒരു വയോധീപനെ അർപ്പിക്കാം. സർവോകത്തിൽ സർവേശ്വര സ്തുതി ഗീതം പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥാനങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥാനങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശ്വസിക്കുന്നത് ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിയുമെന്നെന്നും. അനവധ്യൻ മമനാഥായൻ മഹിമകളെ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, നീ സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുധീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊപ്പം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാ ഞാൻ അവന്റെ ജനതകൾക്ക് സാക്ഷി നേതാവും അധികമായിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു കൊണ്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൊള്ളും. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുത്തെ അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുകയും. ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികൾ ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അന്വേഷിച്ചിരുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങളെ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അതിരിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ലഭിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുന്നിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായനേക്കും. പ്രകാശത്തിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാത്തിനും മുൻപുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാവുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. അവൻ എല്ലാത്തിൻ്റെയും ആരംഭവും മരിച്ചവരെന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പ്രഥമസ്ഥാനീയനായി. എന്നാൽ അവനിൽ സർവസമ്പൂർണ്ണതയും നിവസിക്കണമെന്ന് ദൈവം തീരുമാനിച്ചായി. സ്വർഗത്തിലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും അവനിലൂടെ അവിടുന്ന് നന്മ അനുഷ്ഠിക്കുകയും അവൻ വിശുദ്ധിന്റെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ദൈവമേ, തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളിൽ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ ഭാവിശുദ്ധിയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയിലെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിശുമാർ യഹൂദന്റെ വയലിന് കഥ കൽപ്പിച്ചിരിക്കെ യേശു വന്ന് അവിടെ മതിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു.
യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നതുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്നെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്നെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്നു അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരലുകളെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. തമ്പുരാനെ സ്നേഹിക്കുക തോമാശ്ലീഹായെ പോലെ. ഈശോയെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കുട്ടികൾ ശാഠ്യം പിടിക്കാറുണ്ട്. ശാഠ്യം പിടിക്കുന്നത് സ്നേഹിക്കുന്നവരുടെ മുമ്പിലാണ്. കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പുള്ളവരുടെ മുമ്പിൽ അവർ കരയും, ബഹളം വയ്ക്കും, അസ്വസ്ഥരാകും. ഇന്നത്തെ സുവിശേഷത്തിൽ തമ്പുരാനെ കാണുവാനായിട്ട് ശാഠ്യം പിടിക്കുന്ന തോമാശ്ലീഹായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തോമാശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം മറ്റു ശിഷ്യന്മാർക്ക് ലഭിച്ചത് ഉത്തിര ദർശനം തനിക്കും ലഭിച്ചില്ല എങ്കിൽ തോമസ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുകയില്ല. കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങൾ കണ്ടതുപോലെ കണ്ടാൽ മാത്രം പോരാ, മറിച്ച് അവന്റെ ആണിപ്പഴുതുകൾ എനിക്ക് കാണണം, അതിലെന്റെ കൈവിരലിടണം, അവന്റെ പാർശ്വത്തിൽ എന്നെ കൈവയ്ക്കണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ശാഠ്യമാണ്, വ്യക്തമായ കൃത്യമായ ശാഠ്യം. തമ്പുരാനെ സ്നേഹിച്ചിരുന്ന തോമസിന്റെ ശാഠ്യത്തിന് മുമ്പിൽ തമ്പുരാൻ താഴ് കൊടുക്കുകയാണ്, വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. 8-ാം ദിനത്തിൽ എന്തിനു വേണ്ടിയാണോ തോമസ് ശാഠ്യം പിടിച്ചത്, അതെല്ലാം സംഭവിക്കണമെന്ന ആഗ്രഹം തന്നെ യേശു പ്രകടിപ്പിക്കുകയാണ്. നിന്റെ കൈവിരൽ കൊണ്ടുവരിക, എന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുക. മറ്റൊരു വാക്യം പറഞ്ഞ്, തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ശാഠ്യം പിടിച്ചാൽ തീർച്ചയായിട്ടും, സ്നേഹത്തിന്റെ നിറവിൽ ശാഠ്യം പിടിച്ചാൽ തീർച്ചയായിട്ടും തമ്പുരാൻ നമുക്ക് വേണ്ടി അത് ചെയ്തു തരും എന്ന് ഈ സുവിശേഷ ഭാഗം പുതുഞായറാഴ്ച ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തോമാശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം തോമാശ്ലീഹ ഒരിക്കലും അവിശ്വാസിയായിരുന്നില്ല. ഈശോ വന്നപ്പോൾ തോമാശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിശ്വാസിയായിരുന്നുവെങ്കിൽ തോമാശ്ലീഹായ്ക്ക് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാമായിരുന്നു. അവൻ ഇറങ്ങിപ്പോവുകയല്ല, മറിച്ച് 8 ദിവസം
കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ നിറവിലാണ് ഈശോ അവന് പ്രത്യക്ഷപ്പെടുക. ശാഠ്യം പിടിച്ചു എന്ന് മാത്രമല്ല, സ്നേഹത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി അവൻ വരും, എനിക്കും ഉത്തിര ദർശനം ലഭിക്കും എന്ന ആ ബോധ്യവും വിശ്വാസവും തോമസ് ലീഹായെ നമുക്ക് കാണുവാനായി സാധിക്കും. രണ്ടാമതായിട്ട് തോമസ് ലീഹായെ പോലെ ധീരരാകുക തമ്പുരാന് വേണ്ടി. മറ്റു ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് കഥകളിച്ചിരിക്കുകയാണ് യേശു പ്രത്യക്ഷപ്പെടുക. മറ്റൊരു വാക്കിൽ പറഞ്ഞ് തോമസ് ലീഹ ധീരനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റു ശിഷ്യന്മാർ കഥകളിച്ചിരിക്കെ പുറത്തു പോയി കാര്യങ്ങളൊക്കെ നടത്തുവാനുള്ള ധൈര്യം തോമസ് ലീഹായ്ക്കുണ്ടായിരുന്നത്. ഈ ധീരത നമുക്ക് വീണ്ടും യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 16-ാം വചനത്തിൽ കാണുവാനായി നമുക്ക് സാധിക്കും. ലാസർ മരിച്ചു എന്നറിയുമ്പോൾ അവിടേക്ക് പോകുവാനായിട്ട് ഈശോ തീരുമാനിക്കുകയാണ് ബെഥാനിയയിലേക്ക്. ബെഥാനിയയിലേക്ക് പോയാൽ തീർച്ചയായും അപകടമാണ് എന്ന് ശിഷ്യന്മാർ തിരിച്ചറിയുകയാണ്. അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ശിഷ്യന്മാർ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ അവർ വിമുഖത കാണിക്കുമ്പോൾ തോമസ് ലീഹ പറയുകയാണ്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന്. തോമസ് ലീഹായുടെ ധീരതയാണത്. അതോടൊപ്പം തന്നെ തോമസ് ലീഹായെ സംബന്ധിച്ചിടത്തോളം അവൻ സംശയമില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരു കേട്ടുകേൾവിയുടെ നിറവിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയായി തീരുവാനല്ല തോമസ് ലീഹ ആഗ്രഹിച്ചത്. തനിക്ക് സംശയമുണ്ടായിരുന്നപ്പോഴല്ല തോമസ് ലീഹ വ്യക്തമായി തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്. അതിന് വ്യക്തത വേണമെന്ന് തോമസ് ലീഹ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈശോ പറയുകയാണ്, ഞാൻ പോവുകയാണ്, പോയി നിങ്ങൾക്ക് വഴിയൊരുക്കാമെന്നല്ല. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവിടെ തോമസ് ലീഹ പറയുകയാണ്. തോമസ് ലീഹയ്ക്ക് മനസ്സിലായില്ല ഇവൻ എന്താണ് പറയുന്നത് എന്ന്. തോമസ് ലീഹ ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അവിടെയാണ് ഈശോ പറയുക, ഞാനാണ് വഴിയും സത്യവും ജീവനും. സ്നേഹമുള്ളവരെ, തോമസ് ലീഹായെ പോലെ തമ്പുരാനെ വിശ്വസിക്കുവാനായിട്ട്, തോമസ് ലീഹായെ പോലെ തമ്പുരാനെ സ്നേഹിക്കുവാനായിട്ട്, തോമസ് ലീഹായെ പോലെ തമ്പുരാനെ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കളികളെ അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു.
അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവ്വശക്തൻ പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായതിനേറ്റും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൽ സ്വർഗവാസികളെ ആയിരങ്ങളും പതിനായിരങ്ങളും കുമ്പിൽ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അനുഭവികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുഭവികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Pura para mati la
അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി ഭക്ഷിക്കുന്നു. കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി പാലം ചെയ്യുന്നു. അങ്ങീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവും എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അമർന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രകൃത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൻ കുഞ്ഞാടിക ഈ ഭൂവിനാൽ ദൈവം നൽകും ജീവന്റെ അപ്പമായി
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യമായി നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അന്നാഥോടെ അപരാധങ്ങൾ തിരിഞ്ഞുകൊണ്ട് പാവങ്ങളെ കുറിച്ച് പ്രസാദം വെച്ചുകൊണ്ട് സഹോദരനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയുടെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധനയിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പുടമായ ഇതുവരെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇന്ന് ഞാൻ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവരോട് അപേക്ഷിക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അവരുടെ കാരുണ്യത്താൽ നമ്മളെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ.
സെന്റ് ജോസഫ് ഫാമിലി യൂണിറ്റ് 580 രൂപ. സെന്റ് ജോർജ് അത്താഴവാലം 620 രൂപ. സെന്റ് ആലീസ് യൂണിറ്റ് ഈ ബജറ്റുകൾ 530 രൂപ. എല്ലാ ദിവസവും വൈകിട്ട് 5:45 നൊവേന കുർബാന. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 കൊടികൾക്ക് തിരുവഴി കാഴ്ചമർപ്പണം സ്ഥലക്കാഴ്ചയാണ്. അതിനെ തുടർന്ന് 7 മണിക്ക് സംയുക്ത വാർഷിക കുടുംബ ഫാമിലിക്ക് നേതൃത്വത്തിൽ വിവിധ പ്രോഗ്രാമുകൾ. അതിനെ തുടർന്ന് സ്നേഹപരങ്ങൾ. ശനിയാഴ്ച 5:30 രൂപ തിരികെ ചെയ്ത് ക്രിസ്ത്യൻ കാഴ്ച ആഘോഷമായി വിശുദ്ധ കുർബാന. നേതൃത്വം പാരിഷ് കൗൺസിലറുടെയും സന്യാസിമാരും ആഘോഷമായി പ്രദക്ഷിണത്തെ തുടർന്ന് ആകാശവിസ്മയം. ഞായറാഴ്ച ആഘോഷമായി കുർബാന വൈകിട്ട് 5:30. അതിനെ തുടർന്ന് പ്രദക്ഷിണം തിരുനാമേവരിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുചേരുവാൻ നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോഷണത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്
പ്രത്യാശയായ മിശിഹായേ, സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലരെയും നാഥായി നീക്കും. ഉത്ഥാനത്താൽ മാനവരിൽ മോദമുണർത്തിയ തിരുനാഥൻ പ്രിയ വധുവാം തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഉദ്ധിതനീശോ മിശിഹാതൻ ശാശ്വതമായ സമാധാനം സഭയിലും അവൾ തൻ തനയനും നിധരാം ശാന്തി വിതയ്ക്കട്ടെ. വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉത്ഥാനത്തിൻ സാക്ഷികളായി തലയിലെങ്ങും പ്രഭവീശാൻ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. ജീവനും തിരു സ്നേഹമായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.